മെട്രോ ഉടനെത്തുന്നു. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ ഓടാൻ പോകുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തായിരിക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഫയലിൽ ഉറങ്ങിയും നിരവധി തവണ സാധ്യതാ പഠനവും വിശദ പഠനവുമൊക്കെ കഴിഞ്ഞിട്ടും കാര്യങ്ങൾ 10 വർഷം പിന്നിടുമ്പോഴും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നഗരത്തിലെ ഗതാഗത കുരുക്ക് ഓരോ നിമിഷവും വർദ്ധിക്കുമ്പോൾ നഗരവാസികൾക്ക് ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള സമഗ്ര ഗതാഗത പദ്ധതി, ഓൾട്ടർനേറ്റ് അനാലിസിസ് റിപ്പോർട്ട് എന്നിവ സർക്കാരിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു. പദ്ധതിയുടെ കാര്യത്തിൽ ഈ മാസം തന്നെ നിർണായകമായ തീരുമാനം പിണറായി സർക്കാർ കൈക്കൊള്ളും. ഈ വർഷം മെയിൽ സമർപ്പിച്ച അലൈൻമെന്റ് മാറ്റി പുതിയ പദ്ധതി രേഖ തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ടെക്നോ സിറ്റിക്ക് പകരം കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന തരത്തിലാണ് മാറ്റം നിർദ്ദേശിച്ചത്. അന്തിമ അലൈൻമെന്റ് ഉൾപ്പെടെ AR അംഗീകരിക്കപ്പെടുന്നതോടെ കേന്ദ്ര നഗരസഭാ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി അയക്കും. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ ഇത് അനിവാര്യമാണ്. കൊച്ചി മെട്രോ റെയിലിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. സർക്കാർ നിർദ്ദേശിച്ച റൂട്ടിലേക്ക് അന്തിമ അലൈൻമെന്റ് റിപ്പോർട്ട് KMRL സമർപ്പിച്ചിരുന്നു. ഒന്നാം ഘട്ടം ടെക്നോ പാർക്ക് മുതൽ പുത്തിരിക്കണ്ടം മൈതാനം വരെയാണ്. ടെക്നോ പാർക്കിൽ നിന്ന് ആരംഭിച്ച് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, മുറിഞ്ഞപാലം, പട്ടം, PMG ജംഗ്ഷൻ, നിയമസഭയ്ക്ക് മുന്നിലൂടെ പാളയം, ബേക്കറി ജംഗ്ഷൻ, തമ്പാനൂർ സെൻട്രൽ ബസ് ഡിപ്പോ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, പുത്തിരിക്കണ്ടം മൈതാനം എന്നതാണ് നിർദ്ദേശിച്ച റൂട്ട്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ടെക്നോ പാർക്ക്, മെഡിക്കൽ കോളേജ്, വൈദ്യുതി ഭവൻ, സെക്രട്ടേറിയറ്റ്, നിയമസഭ, യൂണിവേഴ്സിറ്റി കോളേജ്, വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇപ്പോഴത്തെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സർവീസ് ഉപയോഗിക്കുമെന്നാണ് സാധ്യതാ പഠനത്തിലെ കണ്ടെത്തൽ. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാതൃകയിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ നടപ്പാക്കാൻ കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ 2014 ആദ്യത്തെ വിശദ പദ്ധതി രേഖ സംസ്ഥാനത്തിന് നൽകി. പദ്ധതി വൈകിയതോടെ മാറിയ സാഹചര്യം വിലയിരുത്തി പുതിയ DPR തയ്യാറാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. ഇതോടെ 2021 പുതുക്കിയ DPRഉം DMRC നൽകി. എന്നാൽ സംസ്ഥാനത്ത് റെയിൽവേ പദ്ധതികൾക്ക് ഒന്നിലധികം സ്ഥാപനങ്ങൾ വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതോടെ KRTL പിരിച്ചുവിടാനും തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിക്കാനും സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. 2022 KMRL ഏറ്റെടുത്ത ശേഷമാണ് രണ്ടിടത്തും മെട്രോ ആവശ്യമുണ്ടോയെന്നറിയാൻ സമഗ്ര ഗതാഗത പദ്ധതി തയ്യാറാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ DPR പ്രകാരം പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചെങ്കിലും അലൈൻമെന്റിൽ വീണ്ടും മാറ്റം വരുത്തണമെന്നാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയേക്കാൾ കൂടുതൽ യാത്രക്കാർ തിരുവനന്തപുരം മെട്രോയിൽ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.